നിങ്ങൾ ഇപ്പോഴൊക്കെ സന്തോഷിക്കും. നൂറെ ഹബീബിന്റെ മുത്തുമണികൾ കേട്ടോളി, കേട്ടോളി. ഞാൻ നിങ്ങളൊരു കാര്യം പറയും, ഇപ്പൊ നിങ്ങൾ സങ്കടപ്പെടും. പല ആളുകളും ഒരു പക്ഷേ ഇന്ന് ഈ മജ്‌ലിസിൽ നിന്ന് പോകുമ്പോ കരഞ്ഞിട്ടായിരിക്കും പോവാ. പല ആളുകളും ഒരു പക്ഷേ ഇന്ന് ഈ മജ്‌ലിസിൽ നിന്ന് പോകുമ്പോ കരഞ്ഞിട്ടായിരിക്കും പോവുക. എൻ്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികള്, എന്നെ സ്നേഹിക്കുന്ന ഉമ്മമാര്, എന്നെ സ്നേഹിക്കുന്ന പെങ്ങന്മാര്, ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ഇന്ന് ഈ മജ്‌ലിസിൽ നിന്ന് പോകുമ്പോൾ നിറ കണ്ണുകളുമായിട്ടായിരിക്കും പോവുക. എന്താന്നല്ലേ കേൾക്കണം നിങ്ങൾക്ക്? വേണ്ട, ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കരി തങ്ങള് പറയാണ്, ബക്കരി തങ്ങള് പറയാണ്, അല്ലാഹ് ഒരുപാട് ഉത്തരം തരുന്നൊരു സ്വലാത്ത് പറഞ്ഞു തരുമോ? ഒരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 20 കൊല്ലമല്ല, 30 കൊല്ലമല്ല, 40 കൊല്ലമല്ല, 50 കൊല്ലമല്ല, 60 കൊല്ലമല്ല, 70 കൊല്ലമല്ല, 79 കൊല്ലത്തോളം ജഗന്നിതാവായ അല്ലാഹുവോട് ദ്വാരക്കാണ്. അല്ലാഹ് ചോദിച്ചാൽ ഉത്തരം തരുന്നൊരു സ്വലാത്ത് എനിക്ക് പറഞ്ഞു തരുമോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പലരുടെ കഷ്ണത്തിൽ പ്രകാശത്തിന്റെ രൂപത്തിൽ അല്ലാഹ് കാണിച്ചു കൊടുത്ത സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഖദരിഹി വമിഖ്ദാരിഹിൽ അളീം. ഈ സ്വലാത്തുണ്ടല്ലോ 80 കൊല്ലത്തോളം ബക്കരി തങ്ങള് അല്ലാഹുവോട് ചോദിച്ചിട്ട് കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. സുബ്ഹാനല്ലാഹ്. ഈ സ്വലാത്തുണ്ടല്ലോ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് യൂട്യൂബിലൂടെ നിങ്ങൾ അകത്തളങ്ങളിലേക്ക് വരുന്ന സ്വലാത്തുണ്ടല്ലോ, ഒരുപാട് മഹാന്മാര് പറയാണ് ഈ സ്വലാത്തിന്റെ ഓരോ വാക്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, അത് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങളെ കേൾക്കണേ, ആരെങ്കിലും ഒരാള് സ്വലാത്തുൽ ഫാത്തിഹന്റെ ഇജാസത്ത് നിങ്ങൾ വാങ്ങി നിങ്ങളെങ്ങാനും ദിവസം പതി നിങ്ങൾ ചൊല്ലിയാൽ ദുനിയാവില് മാത്രമല്ല, ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിലിൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിലും അല്ലാഹ് നിങ്ങളെ പരാജയപ്പെടുത്തൂല. അത്രക്കും വലിയ മഹത്വമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. ഇന്ന് കേരളത്തില് സുബ്ഹാനല്ലാഹ്, ഇന്ന് കേരളത്തില് അഹങ്കാരത്തോടെ പറയാണ്, ഇന്ന് കേരളത്തില് സ്വലാത്തുൽ ഫാത്തിഹന്റെ ഇജാസത്ത് കൊടുക്കാൻ ഒരു ഭാഗ്യം പടച്ച റബ്ബിനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാര്, ഒരുപാട് ആലിമീങ്ങള്, ഒരുപാട് സാദാത്യങ്ങള് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, തങ്ങളെ ഈ സ്വലാത്ത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? സാധാരണ ആൾക്കാരെ കയ്യിൽ നിന്നല്ല നിങ്ങൾക്ക് ഇത് കിട്ടിയത്. നിങ്ങൾക്ക് ഒരുപാട് പണ്ഡിതന്മാര് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ സാക്ഷിയാക്കി പറയാണ്, ഈ സ്വലാത്ത് നിങ്ങൾക്ക് സാധാരണക്കാരിൽ നിന്ന് കിട്ടിയതല്ല. ശരിയാണ്. ഇതെവിടുന്ന് കിട്ടി? ഇതാരാണ് തന്നത്? ഏത് സമയത്താണ് തന്നത്? എന്തിനു വേണ്ടിയാണ് തന്നത്? സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഉത്തരം ഞാനും എൻ്റെ പടച്ച റബ്ബുമാണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, തങ്ങളിപ്പ എനിക്കും ഇത് തരുമോ? മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയില്ല. ഇത് വല്ലാത്ത ബർക്കത്താണ്.